ഒരു ആവശ്യത്തിന് എന്റെ കൂടെ ഒരു ജനമില്ല. കള്ളിന് തൊട്ടിന് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. ഓക്കെ, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോൾ അലിൻ ജോസ് ഓടിപ്പോകുന്നത്. ഫൈറ്റ് ചെയ്യാൻ അറിയാൻ പാടത്തൊന്നും അല്ല, വേണമെങ്കിൽ ഒരു എണ്ണം പൊട്ടിക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. അവന് ഈ മറ്റേ സൈക്കോ ക്യാരക്ടറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായതുകൊണ്ട് ചിലപ്പോ അതിൽ കൂടുതൽ നമുക്ക് ചിലപ്പോ തിരിച്ചു കിട്ടാം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ. പണ്ട് ഇന്റർവ്യൂല് ചിരിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരു ആളിൽ നിന്നും നമ്മള് ഈ ചിരിക്കാണ്ട് വർത്താനം പറയുന്നു. ആണോ? ഭയങ്കര. ഇവിടെയൊക്കെ ഇതുവരെ കണ്ടവര് ബിഗ് ബോസ് ആയിരിക്കുമല്ല ഞാൻ, അതോ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇതുപോലത്തെ ഇല്ലാത്ത അലിഗേഷനൊക്കെ ആറാട്ടാണ് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? അലിൻ ജോസിനോടുള്ള കുശുബോണ്ടാണോ? ഫെയിം നഷ്ടപ്പെടുത്താനായിരിക്കും. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അലിൻ ജോസ് സൗന്ദര്യം എന്ന് പറയുന്നതിൽ എന്താണ് വിശ്വസിക്കുന്നത്? ഒരാൾ എങ്ങനെ സൗന്ദര്യം ഉള്ള ആളായിരിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്? ചേച്ചിയെ പോലെ, എന്നെ പോലെ. ഓ, അതെനിക്കൊരു ക്രെഡിറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ നിലവിൽ എത്ര കാമുകിമാരുണ്ട്? അങ്ങനെയില്ല, ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷെ വ്യക്തി നമ്മളെ തേച്ചിട്ട് പോയി. സങ്കടമുണ്ട്. സങ്കടമുണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. കുറച്ചുകൂടി ബുദ്ധിയും എന്താ പറയാ ഇത്രൂടെ ഇന്റലിജന്റ് ആൾ. ഇപ്പൊ നിഖില വിമലിനെ പോലത്തെ വ്യക്തികളെ എന്നെ മനസ്സിലാക്കുള്ളൂ. അപ്പൊ അവരോട് ഈ പറഞ്ഞ പണിക്ക് പോണില്ലേ അല്ലെങ്കിൽ കല്യാണം കഴിക്കണില്ലേ എന്നൊന്നും ആരും ചോദിക്കില്ല. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആരും ചോദിക്കത്തില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല.